എന്താ യാത്ര, അവസാനത്തെ യാത്ര ഇപ്പൊ നോക്കിയ 4 ആലിമീങ്ങളാണ് അവരെ യാത്ര അയക്കണത്. മുമ്പിലതാ കുറെ ആലിമീങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, ജനാസയുടെ മുന്നിലാ നടക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഖബറിലേക്ക് താഴ്ത്തി വെക്കാൻ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യാണത്. മക്കള് നന്നായുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പറയാ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എഗ്മോർ ട്രെയിനിൽ ടിക്കറ്റ് കൺഫേം ആവാത്തോണ്ട് ഓപ്പൺ ടിക്കറ്റ് എടുത്തു. എന്താ ചെയ്യാ, കേറേണ്ടി വന്നത് UR ലാണ്. UR എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇരിക്കൽ പോയിട്ട് നിൽക്കാൻ വരെ കഴിയുന്നില്ല, ശ്വാസം മുട്ടിയിൽ നിൽക്കാവുന്ന പോലെ അത്രയും തിരക്കുണ്ട്, ചൂടുണ്ട്, പകലല്ലേ. അപ്പോഴാണ് പരിചയമുള്ള ഒരാള് പറയുന്നത്, എഗ്മോറല്ലേ സ്ലീപ്പർ ടിക്കറ്റ് കിട്ടുന്ന ഒരു ട്രെയിനല്ലേ, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ സ്ലീപ്പറിലേക്ക് പോയി. സ്വർഗം എന്നൊന്നും വിചാരിക്കണ്ട, ചൂട് തന്നെയാണ് അവിടെ ഉണ്ടാവുക. പകലായോണ്ട് ഡേ ടൈം അല്ലേ, കിടക്കണ്ട, ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് പോകുമ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ട്. പിന്നെയാണ് നമുക്ക് പരിചയമുള്ള ഒരു ഡീറ്റ്, അത് ശരി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് B1 3rd AC അല്ലെങ്കിൽ A1 ഫസ്റ്റ് ക്ലാസ് AC മാറ്റുന്നത്. എന്താ രസം. ഇതേപോലെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഖബറിലെത്തുമ്പോ UR അൺറിസർവ്ഡ് ടൈറ്റ് ആണെങ്കിലും ഒരു മോന് ദ്വാരക്കാൻ മേലുണ്ടെങ്കിൽ അങ്ങനെ നം കനൗമത്തില്ല റൂസ് കിടന്നോളി, പുതിയ പ്ലേറ്റ് കിടന്നോളി. ഇങ്ങനെ സുഖം കിട്ടുമ്പോ ഇയാൾ എന്നെ മലക്കളോട് ചോദിക്കും, ഇതെന്താ എനിക്ക് പെട്ടിങ്ങനെ സ്ലീപ്പറിലേക്ക് മാറി AC ഇതെന്ത് സംഭവം? ബിസ്റ്റിക് ഫാരി വലതിക്ക് ഒരു സഖാഫി ഇല്ലേ മോന്, അതന്നെ വേണം. അങ്ങനെ ചില അജിയന്മാര് 10-65 കൊല്ലം ജീവിച്ചിട്ട് ഒറ്റ മക്കൾക്കൊന്നും അറിയൂല, എല്ലാം ഫ്രീക്കൻ ചെക്കന്മാരായിരിക്കും. ഒന്ന് പോർച്ചുഗൽ, ഒന്ന് ബ്രസീൽ. ജോലിയല്ല, ഫാൻസാ പറയുന്നത് ജോലി എല്ലാം. മോനെ ഈ പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയും അർജന്റീന ബ്രസീലിന്റെ ഒക്കെ കാരണം ഏതെങ്കിലും ഒന്ന് പറഞ്ഞ പ്രശ്നമാണ്. ഉസ്താദ് ഇന്ന ഫാനാന്ന് പറയാം, അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 4 ടീമിനെ പറഞ്ഞു. ഒരു ഉസ്താദ് എന്തടാ ബ്രസീല് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉസ്താദിന് പാവ ബ്രസീലേ അറിയുള്ളൂ. അപ്പോഴേക്കന്നെ ഫ്ലക്സ് പൊന്തി, ഉസ്താദ് എന്ത് പറഞ്ഞാലും കപ്പ് ബ്രസീലിന് തന്നെ. ഇതാണ് കഥ.